Hi friends, welcome back to mcsonlive. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു ഇമേജ് വെച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇമേജ് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്തെന്നുള്ളത് കാണാത്ത ആളുകൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാണ്. ഫയലിൽ ന്യൂ കൊടുത്തു. പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യമായിട്ട് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. 1200 72 റെസൊല്യൂഷനിൽ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഇമേജ് ഇതിൽ ആ പേജിലേക്ക് മൂവ് ചെയ്തിടാം. ഇമേജ് ഈ പേജിലേക്ക് മൂവ് ചെയ്തിട്ടു. Ctrl+T പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. പേജിൽ ഫിറ്റാകുന്ന രൂപത്തിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇത്രയും സൈസ് മതി ഏകദേശം. ഇനി നമുക്ക് ഇവിടെ ഞാൻ ഷേപ്പ് ടൂളിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് ടൂൾ എടുത്തിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം Ctrl+T പ്രസ് ചെയ്തു. ഇതിനെ ഈ ഒരു രൂപത്തിൽ റൊട്ടേറ്റ് ചെയ്യുക, അതുപോലെ സ്കെയിൽ ചെയ്യുക. Ctrl+T പ്രസ് ചെയ്തതിന് ശേഷം ഈ രൂപത്തിൽ ഇതിന് ഒന്ന് സ്കെയിൽ ചെയ്തു, റൊട്ടേറ്റ് ചെയ്തൊക്കെ ചെയ്തു. ഓക്കെ, പിന്നെ ഈ ഒരു ഇമേജ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം. ഇനി ചെയ്യേണ്ടത് ഇതിന് നമുക്കൊരു ഗ്രേഡിയൻറ്റ് കളർ അപ്ലൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ലെയർ ബോക്സിൽ ഗ്രേഡിയൻറ്റ് ഓവർലേ സെലക്ട് ചെയ്തു. ഗ്രേഡിയൻറ്റ് ഓവർലേ സെലക്ട് ചെയ്തതിന് ശേഷം കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗ്രേഡിയൻറ്റ് ഓവർലേയിൽ കളറ് ഞാൻ ഈ ഒരു യെല്ലോ ഓറഞ്ച് ടൈപ്പ് വരുന്ന ഈ ഒരു കളർ സെലക്ട് ചെയ്തു. അതിന് ശേഷം ഓക്കെ കൊടുത്തു. ഓക്കെ, അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. 2 കളർ മതി, ഒരു യെല്ലോ ഒരു ഓറഞ്ച് കളർ സെലക്ട് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് കസ്റ്റം ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യാം. കസ്റ്റം ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നൊരു ട്രയാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഇതിലൊരു ചെറിയൊരു ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ കളർ ഒരു ഗ്രേ കളർ കൊടുക്കാം. ഓക്കെ, ഇതിനെ Ctrl+T പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം പേജിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് അലൈൻ ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കാം. കൺട്രോൾ നോക്കിയിട്ട് ഓപ്പണിംഗ് ബ്രാക്കറ്റ് പ്രസ് ചെയ്താൽ ഇമേജ് ലെയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കി. അതുപോലെ ഈ ഒരു ഷേപ്പ് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ അതേ അലൈൻമെൻറ്റിലേക്ക് മാറ്റാം. Ctrl+T അടിച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇതിന് പാരലലായിട്ട് ചെയ്യാം. ഓക്കെ, ഈ രൂപത്തിലേക്ക് മാറ്റി. കുറച്ചൊന്ന് വേണമെങ്കിൽ മുകളിലേക്ക് വെക്കാം. അതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് ഒന്നുകൂടി മുകളിലേക്ക് വെക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഞാൻ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഫോണ്ട് ഗൗതം ബ്ലാക്ക് എന്ന് പറഞ്ഞ ഫോണ്ടാണ്. ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടാം. ഫോണ്ട് സൈസ് കൂട്ടി വെച്ചു. ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് ഒന്ന് കുറച്ച് ലൈറ്റായിട്ടുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. ബുക്ക്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇവിടെ നമുക്ക് വേറൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. 50% ഓഫ്. ഓക്കെ, ഇതിന് ഒരു ബോൾഡായിട്ടുള്ള ഫോണ്ട് കൊടുക്കാം. അതുപോലെ അതിൻ്റെ ലൈൻ സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കളറ് വൈറ്റ് കളർ കൊടുത്തു. ലൈൻ സ്പേസ് നമുക്കൊന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇറ്റാലിക് വേണ്ട. ഓക്കെ,
ഇതിന് മാക്സിമം ബോൾഡായിട്ട് തന്നെ കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ബ്രാൻഡ് നെയിം ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ സൈസ് ഇത്രയും വേണ്ട, സൈസ് ഒന്ന് ചെറുതാക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം. മുകളിലുള്ള ഈ ടെക്സ്റ്റിനെ ഇത് സെലക്ട് ചെയ്തു, കൺട്രോൾ എ കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാം. നമുക്ക് സെൻട്രൽ അലൈൻമെൻറ്റ് ആണ് വേണ്ടത്, സെൻട്രൽ അലൈൻ ചെയ്തു. ഇനി ആ ഒരു ടെക്സ്റ്റിൻ്റെ അതേ അലൈൻമെൻറ്റിലേക്ക് ഈ ഒരു ടെക്സ്റ്റുകളും ആക്കാൻ വേണ്ടി ഞാനിവിടെ കൺട്രോൾ 6 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റൂളർ ഉണ്ടാവും. റൂളറിൽ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്താൽ ഗൈഡ് ലൈൻസ് വരക്കാൻ പറ്റും. അപ്പോൾ ഈ ഗൈഡ് ലൈൻസിലേക്ക് ഈ ടെക്സ്റ്റുകളെ അലൈൻ ചെയ്യാം. ഈ ടെക്സ്റ്റ് ഓക്കെ, ഇത് നമുക്ക് സെൻട്രൽ അലൈൻ കൊടുക്കാം. ഏകദേശം വീണ്ടും അലൈൻമെൻറ്റ് ഒന്ന് കറക്റ്റ് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇമേജ് കളർ ഇതിലേക്ക് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ കളർ വേണമെങ്കിൽ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റാം. ഞാനിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് കൂടി ഭംഗിയുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റി. പിന്നെ അതുപോലെ ഈ ഒരു ട്രയാങ്കിളിലെ ഒരു കോപ്പി എടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ഇതിൻ്റെ സൈസ് ചെറുതാക്കി കൊടുക്കാം. അതുപോലെ ഇവിടെ പ്ലേസ് ചെയ്യും. ഇതിൻ്റെ ഒരു വേണമെങ്കിൽ ഒപ്പാസിറ്റി കുറച്ചും കൂടി ഒന്ന് ഡൗൺ ആക്കാം. ഒപ്പാസിറ്റി 100 ഒന്ന് കുറച്ച് കൊടുക്കും. അതേപോലെ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് കുറച്ചും സൈസ് കൂട്ടി വെക്കും. ഓക്കെ, ഒപ്പാസിറ്റി വേണമെങ്കിൽ ഒന്നുകൂടി കുറച്ച് കൊടുക്കും. ഇതിൻ്റെ സൈസ് ഞാൻ കൺട്രോൾ ടി അടിച്ചതിന് ശേഷം സൈസ് ഒന്നും കൂടി ഒന്ന് ചെറുതായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ ഈ ടെക്സ്റ്റിനും നമുക്ക് ഇതേ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വീണ്ടും ആ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഗ്രേഡിയൻ്റ് ഓവർലേ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓക്കെ, ഗ്രേഡിയൻ്റ് ഓവർലേ, കളർ ഓവർലേ അല്ല, സോറി, ഗ്രേഡിയൻ്റ് ഓവർലേ. അപ്പോൾ അതേ ഗ്രേഡിയൻ്റ് ഈ ടെക്സ്റ്റിലേക്കും സെലക്ട് ചെയ്യാം. ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ആ കളർ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള ഇമേജ് ഫയൽ അതുപോലെ ഇതിൻ്റെ PSD ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ mcsonlive ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.